Good morning, all. Welcome to Transportation Planning, Module 2, Lecture 1. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലോട്ട് കിടക്കാം. ആദ്യം നമുക്കതിൻ്റെ മൊഡ്യൂൾ 2ൻ്റെ സിലബസ് ഒന്ന് നോക്കാം. മൊഡ്യൂൾ 2 സിലബസ്: ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, characteristics of different modes and integration of modes and interaction, impact on environment, relationship between movement and accessibility, hierarchy of transportation, brief study of urban travel patterns and urban transportation technologies, comprehensive mobility plan. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് മോഡ്സ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് മോഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അതിൻ്റെ ഇൻ്റഗ്രേഷൻ ഓഫ് മോഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഈ ട്രാഫിക് കൊണ്ട് ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് പഠിക്കാനുണ്ട്, പിന്നെ ആക്സസിബിലിറ്റി എന്താണ്, മൊബിലിറ്റി എന്താണ്, അതിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കാനുണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീൻ്റെ ഡിഫറെൻറ്റ് ഹൈറാർക്കീസ് ഉണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ അർബൻ ട്രാവൽ പാറ്റേൺ എങ്ങനെയൊക്കെയാണ് വരുന്നത്, പിന്നെ അർബൻ ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജീസ്, മോഡേൺ ടെക്നോളജീസ് ഇൻ അർബൻ ട്രാൻസ്പോർട്ടേഷൻ, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെ എന്താണ് കോംപ്രഹെൻസീവ് മൊബിലിറ്റി പ്ലാൻ, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ മൊഡ്യൂൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു 15 മാർക്കിനാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ ഏതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് നമുക്കറിയുന്നുണ്ടാവാം? അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സിൽ നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ സാധാരണ പോകുന്നത് ബൈ റോഡ്, ദാറ്റ് ഈസ് ഹൈവേസ് ഉണ്ട്, ദാറ്റ് ഈസ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ചില ആളുകൾ അത് വിമാനത്തിലൂടെ പോകും, ദാറ്റ് ഈസ് എയർവേസ് ഉണ്ട്, എയർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ചില ആളുകൾ അത് വെള്ളത്തിലൂടെ പോകും, ദാറ്റ് ഈസ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ചിലത് നമ്മൾ റോഡിലൂടെ അല്ലാതെ എന്ത് പോകാറുണ്ട്, ട്രെയിൻസിലൂടെ പോകുന്നുണ്ട്, ദാറ്റ് ഈസ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ പൈപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്, ദാറ്റ് ഇസ് പൈപ്പ് ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ മോഡിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ റെയിൽവേസ് ഉണ്ട്, റോഡുണ്ട്, എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, പൈപ്പ് ലൈൻ ഉണ്ട്, പിന്നെ റോപ്പ് വേസ് ഉണ്ട്. വലിയ ഹിൽ സ്റ്റേഷനിലൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ റോപ്പ് വേസ് ഉപയോഗിക്കാറുണ്ട്. കുറേ സ്ഥലത്തുണ്ട് റോപ്പ് വേസ്. മലമ്പുഴയിൽ പോയാലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ റെയിൽവേസിൽ തന്നെ സർഫസ് ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ഉണ്ട്, എലിവേറ്റഡ് ഉണ്ട്, ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് ഒക്കെ ഉണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ടിലുണ്ട്, കോസ്റ്റൽ ഷിപ്പിംഗ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട്, ഇൻലാൻഡ് ഉണ്ട്, നമ്മൾ സീയിലൂടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻലാൻഡ് നമ്മൾ റിവർ, ലേക്ക് ഇതിലൂടെയൊക്കെ പോകുന്ന ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. പൈപ്പ് ലൈൻസ് സാധാരണ ഗ്യാസൊക്കെയാണ് സാധാരണ എന്ത് ചെയ്യാറ്, ട്രാൻസ്പോർട്ട് ചെയ്യാറുള്ളത്. ഇനി റോപ്പ് വേസ്, ഹില്ലി സ്റ്റേഷൻസൊക്കെ കവർ ചെയ്യാൻ നമ്മൾ സാധാരണ റോപ്പ് വേസ് ഉപയോഗിക്കാറുണ്ട്.
ഇനി എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മൾ പഠിക്കുന്ന ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന് സ്പീഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. നമുക്ക് എത്ര വേഗതയിൽ എത്താൻ കഴിയും. അതെന്നാൽ ഇറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഹെൽപ്സ് ഫാസ്റ്റർ ടേൺ റൗണ്ട് വിത്ത് എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് ദ പ്രൈം ഇമ്പോർട്ടൻസ്. നമുക്ക് എത്ര വേഗതയിൽ എത്താൻ കഴിയും. അപ്പോൾ നമുക്ക് സമയ ലാഭം കിട്ടും. സമയം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സേഫ്റ്റി, രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്. ഒരു മോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിന് എന്താണ്? സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഫോർ പാസഞ്ചേഴ്സ് ഡിമാൻഡ് ഹയസ്റ്റ് പോസിബിൾ സ്റ്റാൻഡേർഡ് ഓഫ് കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ. ഫോർ ഗുഡ് സേഫ്റ്റി ഇംപ്ലൈസ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് തെഫ്റ്റ്, ഫയർ ആൻഡ് ഡാമേജസ്. അപ്പോൾ നമ്മൾ ഒരു മോഡിലൂടെ പോകുമ്പോൾ അതിൻ്റെ സേഫ്റ്റി എന്താണ്? ഇറ്റ് ഈസ് ഫാർ മോർ ഇമ്പോർട്ടൻ്റ് ആണ് അതിലൂടെ പാസ് ചെയ്യുന്ന പാസഞ്ചേഴ്സിന്. അപ്പോൾ പാസഞ്ചേഴ്സിന് കറക്റ്റ് നല്ല സേഫ്റ്റി കിട്ടണമെങ്കിൽ എന്താണ്? കറക്റ്റ് ഓപ്പറേഷൻ നടക്കണം. അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്ന ആ ഒരു ഫെസിലിറ്റീൻ്റെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് ഒക്കെ വളരെ കൃത്യത്തിൽ നടന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് നല്ലൊരു സേഫ് ട്രാവൽ പോസിബിൾ ആവുള്ളൂ. ഇനി ഗുഡ്സിന് എന്ത് വേണം? സേഫ്റ്റി വേണം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സേഫ് അഗെയിൻസ്റ്റ് ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് തെഫ്റ്റ്. അഡിക്വസി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ് ദി കപ്പാസിറ്റി ഓഫ് മോഡ് ടു ട്രാൻസ്പോർട്ട് പീപ്പിൾ ആൻഡ് ഗുഡ്. എത്ര കണ്ട ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എത്ര കണ്ട ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിക്വസി എന്ന് പറയുന്നത്. ദെൻ ഫ്രീക്വൻസി പറഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട്. അഷ്യൂർഡ് ഫ്രീക്വൻസി അട്രാക്ട് പീപ്പിൾ ആൻഡ് ഗുഡ്സ്. എത്ര അതിൻ്റെ ഫ്രീക്വൻസി, ഓരോ മോഡിൻ്റെ ഫ്രീക്വൻസി എത്ര വരുന്നത്? ഇറ്റ് അഷ്യൂർഡ് ഫ്രീക്വൻസി അട്രാക്ട്സ് പീപ്പിൾ ആൻഡ് ഗുഡ്സ്. പെട്ടെന്ന് ഓരോ സമയം കുറവാണ് ഓരോ വെഹിക്കിളിൻ്റെ ഫ്രീക്വൻസി ആണെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ പേരെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സർവീസ് കഴിഞ്ഞിട്ട് അടുത്ത സർവീസിലോട്ട് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ എന്താണ്? ആളുകൾക്ക് അതിൻ്റെ അട്രാക്ഷൻ കുറവായിരിക്കും. റെഗുലാരിറ്റി ഇറ്റ് ഈസ് പങ്ക്ച്വാലിറ്റി ഓഫ് സർവീസ് ആൻഡ് എബിലിറ്റി ടു അതർ ടു ദി പബ്ലിഷ്ഡ് ഷെഡ്യൂൾ. പബ്ലിഷ്ഡ് ഷെഡ്യൂളിന് കറക്റ്റായിട്ട് എന്ത് വേണം? ഒരു പങ്ക്ച്വലായിരിക്കണം. ഇനി Integration denotes where the modes involve transfer from one system to another or involves transaction with a single undertaking or multiple undertaking. A system with a few transfers and operated under single undertaking is the most efficiently integrated system. ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമൊക്കെ ആയിട്ട് കൂടിച്ചേർന്ന് നിൽക്കുക. അപ്പോൾ റെയിൽവേ ആണെങ്കിൽ അതിന് ഒറ്റയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഫീഡറായിട്ട് എന്ത് വേണം? റോഡ് വേണം, വാട്ടർ വേസ് വേണം. അങ്ങനെ ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കണം. റെസ്പോൺസിബിലിറ്റി ഡിനോട്ട് ദി എബിലിറ്റി ടു മീറ്റ് ദി ലയബിലിറ്റി ഫോർ കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഡാമേജ്. അപ്പോൾ ലയബിൾ ആയിരിക്കണം. എ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ഈസ് ജനറലി മോർ റെസ്പോൺസിബിൾ ദാൻ പ്രൈവറ്റ് വൺ. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ചുമക്കാൻ കഴിയണം. കംഫോർട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ട്രാൻസ്പോർട്ട്, പാസഞ്ചർ ട്രാൻസ്പോർട്ട്. Then cheapness. It is the main consideration for consumer preference. Cheapness should be calculated not only on operating costs but on the total resource cost, including initial facility construction, cost of maintenance of the facility and cost of operation. Cheapness നമ്മൾ കൺസ്യൂമർ ലെവലിൽ മാത്രമല്ല നോക്കേണ്ടത്, അതിൻ്റെ ടോട്ടൽ റിസോഴ്സ് കോസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ചീപ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് അതിൻ്റെ കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, ഓപ്പറേഷൻ, ഇതിൻ്റെയൊക്കെ കൂടി ആകത്തുകയായിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്? അതിൻ്റെ കോസ്റ്റ് കണക്കാക്കുന്നത്. ഇനി ഓരോ മോഡ്സിൻ്റെയും ഓരോ ക്യാരക്ടറിസ്റ്റും ഓരോ മോഡ്സിൽ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്പീഡ്. റെയിൽവേ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് സ്പീഡാണ്, റിലേറ്റീവ്ലി ഫാസ്റ്റർ ദാൻ റോഡ് ട്രാൻസ്പോർട്ടാണ്. 50 to 80 km/h എന്ത് കിട്ടാറുണ്ട്? ആവറേജ് സ്പീഡ് കിട്ടാറുണ്ട്. റോഡ് ട്രാൻസ്പോർട്ട് മോഡറേറ്റ് സ്പീഡാണ്, ഡിപ്പെൻഡ് അപ്പോൺ പേയ്മെൻറ്റ് വിഡ്ത്ത്, ടെറൈൻ, ടൈപ്പ് ഓഫ് വെഹിക്കിൾ. മോഡറേറ്റ് സ്പീഡാണ് കിട്ടാറുള്ളത്. പക്ഷേ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെറൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് വിഡ്ത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. സാധാരണ ഒരു 1000 km/h ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? സ്പീഡ് കിട്ടാറുണ്ട്. 10 to 20 times ഫാസ്റ്റർ ദാൻ റെയിൽവേസ് ആണെന്ന് എയർ ട്രാൻസ്പോർട്ട് വരുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സ്ലോ മൂവിങ് ആണ്.
ഓഷ്യൻ ലൈനേഴ്സ് ഒക്കെ ഒരു 35 to 55 km/h കിട്ടാറുള്ളൂ. കോസ്റ്റൽ ഷിപ്സ് 15 to 35 km/h കിട്ടാറുള്ളൂ. ഇനി പൈപ്പ് ലൈൻസിൻ്റെ സ്പീഡ് വളരെ സ്ലോ ആണ്, 5 to 10 km/h ആണ്. റോപ്പ് വേസും സ്ലോ സ്പീഡാണ്, ദാറ്റ് ഈസ് 5 to 10 km/h ആണ് സ്പീഡ് വരുന്നത്. സേഫ്റ്റി റെയിൽ ട്രാൻസ്പോർട്ട് ഇറ്റ് മൂവ്സ് ഓൺ സിംഗിൾ എക്സ്ക്ലൂസീവ് ട്രാക്ക് ആൻഡ് ആസ് സച്ച് ഇഫ് അഡിക്വേറ്റ് മെഷേഴ്സ് ആർ ടേക്കൻ ടു എൻഷുർ ദി സേഫ്റ്റി അറ്റ് ക്രോസിംഗ് റെയിൽവേസ് ആർ റീസണബിളി സേഫ്. ഒരു കൺജഷനൊന്നും ഇല്ലാതെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അഡിക്വേറ്റ് സേഫ്റ്റി മെഷേഴ്സ് എടുത്താൽ റീസണബിളി സേഫാണ്. മോഡേൺ സിസ്റ്റം ഇലക്ട്രോണിക് സിഗ്നൽ കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഡിവൈസസ് ഹാവ് ഫർദർ എൻഹാൻസ്ഡ് ദി സേഫ്റ്റി ഓഫ് റെയിൽ ട്രാവൽ. അപ്പോൾ മോഡേൺ ടെക്നോളജീസ്, സിഗ്നൽ കൺട്രോളിങ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് റെയിൽവേ ഇപ്പോൾ കൂടുതൽ സേഫാണ്. ബട്ട് ഇഫ് ആക്സിഡൻറ്റ് ടേക്ക് പ്ലേസ്, ഡെത്ത് ടോൾ ഇൻ ദി മിസ്ഹാപ്പ് ഇസ് ജനറലി ഹെവി. പക്ഷേ എന്തെങ്കിലും ആക്സിഡൻറ്റ്, ഡീറെയിൽമെൻ്റ് ഒക്കെ സംഭവിച്ചാൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ഡെത്ത് ടോളൊക്കെ വളരെ കാറ്റസ്ട്രോഫിക് ആക്സിഡൻറ്റ്സ് ആണ് സംഭവിക്കാറുള്ളത്. ഇനി റോഡ് വരുമ്പോൾ ഇറ്റ് ഈസ് ഇൻക്രീസ്ലി ബിക്കമിങ് അൺസേഫ് വിത്ത് ദി സ്പെക്ടാക്കുലർ ഗ്രോത്ത് ഓഫ് ട്രാഫിക് ഓൺ ദി റോഡ്. ട്രാഫിക് കൂടുന്നതോറും അതിൻ്റെ സേഫ്റ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ദ വെഹിക്കിൾ മൂവ് ഓൺ റോഡ് സ്പേസ് വിച്ച് ഈസ് ഷെയർഡ് ബൈ ഓൾ വെഹിക്കിൾ ആൻഡ് ഹെൻസ് ക്രോസിംഗ് ആൻഡ് ഓവർടേക്കിംഗ് മാനേഴ്സ് ആർ പൊട്ടൻഷ്യൽ ഹസാർഡ്. There is little control on driver requirement and vehicle maintenance, even though rules and regulations do exist to ensure the safety. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടേഷനാണ് കുറച്ചുകൂടി അൺസേഫായിട്ട് ഈ കാലത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ കൂടുതൽ അൺസേഫ് ആയിക്കൊണ്ടേയിരിക്കും. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഗുഡ് റെക്കോർഡ് ഓഫ് സേഫ്റ്റി. ദിസ് ഈസ് ബിക്കോസ് ഹൈ ഡിഗ്രി ഓഫ് ഇൻസ്പെക്ഷൻ. അപ്പോൾ എയർ ട്രാൻസ്പോർട്ടേഷന് ഇൻസ്പെക്ഷൻ കുറച്ച് കൂടുതലാണ്, സേഫ്റ്റി ഇൻസ്പെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് നല്ല സേഫ്റ്റി വരുന്നുണ്ട്. ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് വെഹിക്കിൾ മെയിൻ്റനൻസ് ആൻഡ് മെഡിക്കൽ ഫിറ്റ്നസ് ക്രൂസ്. മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ലാൻഡിംഗ് എൻഷ്യൂർ ഹൈ ലെവൽ ഓഫ് സേഫ്റ്റി. ഹയർ എയർക്രാഫ്റ്റ് സഫർ ഫ്രം നാച്ചുറൽ ഹസാർഡ്സ് ആസ് സച്ച് ആസ് സ്റ്റോംസ്, ഫോഗ് ലൈറ്റിംഗ് ആൻഡ് ബേർഡ് ഹെഡ്സ്. എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്നാൽ എല്ലാവരും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എയർ ട്രാൻസ്പോർട്ടിൽ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഹൈ ഡിഗ്രി ഓഫ് ഇൻസ്പെക്ഷനൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ആക്സിഡൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. ഇനി വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻ മോഡേൺ ടൈംസ് ഇറ്റ് ഈസ് വെരി സേഫാണ്. സേഫ്റ്റി മെഷേഴ്സ് ആർ ഹൈലി ഡെവലപ്ഡ് ആൻഡ് ദി ഡേഞ്ചർ ഫ്രം ദി നാച്ചുറൽ ഹസാർഡ്സ്. മോഡേൺ ഡേയിൽ ഇതൊക്കെ വളരെ സേഫായിട്ടാണ് വരുന്നത്. കറക്റ്റായിട്ടുള്ള വെതർ കണ്ടീഷൻസിൻ്റെ റിപ്പോർട്ട്സൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ നാച്ചുറൽ ഹസാർഡ്സ്, സ്റ്റോപ്സ് ആൻഡ് സൈക്ലോൺസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദ കൺട്രി ക്രാഫ്റ്റ് യൂസ്ഡ് ഫോർ ഇൻവേർഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കോസ്റ്റൽ ട്രാഫിക് ഹവർ ഡു നോട്ട് ഹാവ് സേഫ്റ്റി ഡിവൈസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് എയ്ഡ്സ് ആൻഡ് ഹാവ് ഹൈ ആക്സിഡൻറ്റ് പ്രോൺ ഡ്യൂറിങ് സ്റ്റോംസ് ആൻഡ് സൈക്ലോൺസ്. ഇനി കൺട്രി ക്രാഫ്റ്റ് സോൺ ഉപയോഗിച്ചിട്ട് ട്രാൻസ്പോർട്ടേഷനൊന്നും സേഫ്റ്റി കുറവാണ്. നമ്മൾ ഇൻ്റർനാഷണൽ മാരിടൈം ട്രാൻസ്പോർട്ടൊക്കെ വളരെ സേഫാണ്, കാരണം പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് ആർ എൻഫോഴ്സ്ഡ് ഫോർ ഓഷ്യൻ ഗോയിങ് ലൈനേഴ്സ് ആൻഡ് കോസ്റ്റൽ ഷിപ്പ്, ബട്ട് ദി സെയിം കനോട്ട് ബി സെഡ് ഫോർ കൺട്രി ക്രാഫ്റ്റ്. Similarly, crew of ship have high standard of training, but the country craft is operated by untrained personnel. Pipelines, aerial ropeways are very safe. Pipeline ropeways ഒക്കെ very safe ആയിട്ടാണ് വരുന്നത്. ഇനി adequacy. Railways എന്ന് പറഞ്ഞാൽ can meet the seasonal fluctuation in traffic. Seasonal fluctuation ഒക്കെ മീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. Generally, the capacity wasted due to the limitations of number of wagons and carriages that can be hauled by a train and the number of train that can be handled on the track. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ലിമിറ്റ് വരുന്നുണ്ട്. എങ്ങനെ വേസ്റ്റായിട്ട് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്? കാരണം ഒരു ട്രെയിനിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന വാഗൺസ് ഒരു ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഓരോ ടൈപ്പ് ഓഫ് ട്രാക്കും അതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ട്രെയിൻസും നോക്കാം. സിംഗിൾ ലൈനിൽ 20 to 30 ട്രെയിൻസ് പെർ ഡേ, ഡബിൾ ലൈനിൽ 60 to 80, ഡബിൾ ട്രാക്ക് വിത്ത് സെൻട്രലൈസ്ഡ് ട്രാക്ക് കൺട്രോൾ ആണെങ്കിൽ 160 to 200 എന്ത് ചെയ്യാൻ പറ്റും ട്രെയിൻസ്. അപ്പോൾ ഹൈ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റും ട്രെയിൻസ് നമുക്ക് ഓടിക്കാൻ പറ്റും.
റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് റോഡ് ഈസ് ഗവൺ ബൈ ദി പേയ്മെൻറ്റ് വിഡ്ത്ത് ആൻഡ് ട്രെയിനാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. ദ അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് മോസ്റ്റ് വേഴ്സറ്റൈൽ ആൻഡ് അഡാപ്റ്റബിൾ വെൻ കൺസിഡറിങ് കപ്പാസിറ്റി. വേഴ്സറ്റൈൽ ട്രാൻസ്പോർട്ടേഷനാണ് എന്ത് റോഡ് ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ വീടിൻ്റെ അരികിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും, റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്താൻ കഴിയും. സിംഗിൾ ലൈൻ ആണെങ്കിൽ 2000 PCU പെർ ഡേ. ഇൻ്റർമീഡിയറ്റ് ലൈൻ ആണെങ്കിൽ 6000 PCU per day വരുന്നുണ്ട്. 2 ലൈൻ ആണെങ്കിൽ 15000 to 17500. 4 ലൈൻ ആണെങ്കിൽ 35000 to 40000 PCU per day കപ്പാസിറ്റി വരാനുണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ട്, the handling capacity of ports and harbors is a major bottleneck when considering the ocean-going liners. Port capacity is governed by the number of factors, number, depth and layout of berths, size of shapes of ports, approach channel, port facilities, open space, warehousing. Handling capacity of port berth is expressed in tons. For general cargo about 60,000 ton or 400,000 tons വരുന്നുണ്ട്. പെട്രോളിയം അബൌട്ട് 1.5 to 6 million ton ഒക്കെയാണ് ഹാൻഡിങ് കപ്പാസിറ്റി വരാനുള്ളത്. ആ പോർട്ട് ഫെസിലിറ്റിക്ക് അനുസരിച്ച് അടുത്ത് വരുന്നത് അതിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. എയർ ട്രാൻസ്പോർട്ടിൽ the capacity of airport terminal depend upon the number of factors such as layout, number of docking berth, banking, handling facilities, baggage checking arrangements, security checking arrangements, number of checking counters, number of runways, area of taxiways and aprons. The practical annual capacity of single runway with a modern facility is in range of 17 lakh to 215,000 എയർക്രാഫ്റ്റ് ലാൻഡിങ് ആൻഡ് ഡിപ്പാർച്ചർ പെർ ഇയർ. അപ്പോൾ നമ്മൾ എയർപോർട്ട് ഫെസിലിറ്റി, റൺവേ, ടാക്സിവേ ഇതിനനുസരിച്ചാണ് എന്ത് വരുന്നത് എയർ ട്രാൻസ്പോർട്ട് കപ്പാസിറ്റി തീരുമാനിക്കുന്നത്. പൈപ്പ് ലൈൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് പൈപ്പ് ലൈൻ ഡിപ്പെൻഡ് അപ്പോൺ ദി സൈസ് ആൻഡ് മെറ്റീരിയൽസ് ഹാൻഡിൽഡ്. എ സ്മോൾ 20 diameter ലൈൻ ക്യാൻ ഹാൻഡിൽ ടു 50 ton സോളിഡ് പെർ ഡേ. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ, പൈപ്പിൻ്റെ ഡയമീറ്റർ കൂടുന്നവരെ എന്ത് ചെയ്യാം, നമുക്ക് കപ്പാസിറ്റി കൂട്ടാൻ കഴിയും. ഇനി ഫ്രീക്വൻസി ആൻഡ് റെഗുലാരിറ്റി. ഫ്രീക്വൻസി ആൻഡ് റെഗുലാരിറ്റി വരുന്നത് ആൾമോസ്റ്റ് ആൾ മോഡ്സ് ഓഫ് മോഡേൺ ട്രാൻസ്പോർട്ട് ഓഫർ റെഗുലർ ഫ്രീക്വൻറ്റ് അഷ്യൂർഡ് സർവീസ് തരുന്നുണ്ട്. പിന്നെ ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട് ബൈ റോഡ് ഇൻ ഇന്ത്യ ഈസ് ഇൻ പ്രൈവറ്റ് ഹാൻഡ്സ്. റോഡിൽ വരുന്ന ഫ്രൈറ്റ് ട്രാൻസ്പോർട്ട്, ഗുഡ്സ് ട്രാൻസ്പോർട്ടൊക്കെ പ്രൈവറ്റ് ഹാൻഡിലാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ബെറ്റർ സർവീസ് ദാൻ റെയിൽവേസ് ഇൻ മാറ്റർ ഓഫ് ഫ്രീക്വൻസി ആൻഡ് റെഗുലാരിറ്റി. അത് എന്താണ്, നമ്മളെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന റെയിൽവേനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫ്രീക്വൻ്റാണ്, അതുപോലെ തന്നെ റെഗുലറായിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇന്ന് ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ നൈസ്